സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും അവതരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മാരണം ചെയ്തിട്ടുണ്ടായിരുന്നു ശത്രുക്കൾ. സിഹർ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന കാലമാണിത്. ലാഘവത്തോടുകൂടെ ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ എന്തൊക്കെയാണ്, ഇസ്ലാം അനുവദിക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ് സിഹറായി മാറുന്നത്, ഏതെല്ലാം തൊൽസമാത്തുകളിൽ സിഹർ വരുന്നുണ്ട്, ഏതെല്ലാം അസ്മാഇന്റെ പേര് പറഞ്ഞ് സിഹർ നടക്കുന്നുണ്ട്. സിഹറും ഹലാലും ഹറാമും പഠിക്കാതെ ഏതാണ് അനുവദിക്കപ്പെട്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏത് വരകളാണ് നമുക്ക് പാടുള്ളത്, ഏതാണ് പാടില്ലാത്തത്, ഇത് പഠിക്കാതെ കിട്ടുന്ന പുസ്തകം വായിച്ച് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണേ, നിങ്ങൾ ചെയ്യുന്ന പണികൾ സിഹറിന്റെ കോലങ്ങളിലുണ്ട്. അക്ബറുൽ കബായിരി, വൻ പാപങ്ങളിൽ വൻ പാപമാണ് മാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഹറുകൾ എമ്പാടും നടക്കുന്ന കാലമാണിത്. എല്ലായിടത്തുണ്ട്. വൈറ്റ് ഹൗസിൽ വരെ സിഹർ നടന്നതിന്റെ വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ ദ അറൈവൽസ് നോക്കിയാൽ വൈറ്റ് ഹൗസിന്റെ ഉള്ളിലെ ജൂതന്മാര് സിഹർ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നടക്കണില്ലേ ഇതൊക്കെ? മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ അതൊന്നും കൊണ്ടേ കുഴിച്ചിടുന്നത്. എന്തിനാ അവര് നിസ്കരിക്കുന്നത്? എന്തിനാ അവര് ഹജ്ജിന് പോണത്? എന്തിനാ പിന്നെ ഉംറ? ആർക്കാ അവരെ നോമ്പ് വേണ്ടത്? മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ സിഹർ ചെയ്യുന്നവർ. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്. അല്ലാഹു തആല രണ്ട് മാലാഖമാരെ എന്താണ് സിഹർ, എന്താണ് മുഅ്ജിസത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയയിലേക്ക് പറഞ്ഞയച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അന്നത്തെ ആളുകൾ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുമായി വന്നാൽ പറയും സിഹറാണ്. അപ്പൊ എന്താണ് സിഹർ, എന്താണ് സിഹർ അല്ലാത്തത്, ഇത് പഠിപ്പിക്കാൻ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ടുപേരെ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ ചരിത്രമാണ്. അതൊക്കെ നിസ്സാമർക്ക് പറഞ്ഞിരുന്നു. ഹറാമിൽ ഹറാമാണത്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോളി. ചെയ്തവര് അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങിക്കോളി. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്നവർ, ഒരു മനുഷ്യൻ വീടെടുക്കുമ്പോഴേക്കും അസൂയ, ഒരാളുടെ ഉയർച്ചയിൽ അസൂയ, ഒരാൾക്ക് കച്ചവടത്തിൽ ബിസിനസ് അപ്പോഴേക്കും അസൂയ. ഇങ്ങനെ അസൂയ കൊണ്ട് കിട്ടുന്ന അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും പോയി സിഹർ ചെയ്യുന്ന ഏർപ്പാടുകൾ ഈമാൻ ഉയർത്തപ്പെടും. ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കും. അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വൻ പാപമാണെന്നാണ്. ബുദ്ധിമുട്ടിക്കാനും പറ്റും, അല്ലാത്തിനും പറ്റും. അങ്ങനെയാണ്. വളരെ അകൽച്ചയിൽ കഴിയുന്ന രണ്ടാളുകളെ അടുപ്പിക്കാനും അടിപ്പിക്കാനും പറ്റും സിഹർ കൊണ്ട്. ചെയ്യാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പച്ച സിഹറൊക്കെ ചെയ്തിട്ടേ കറാമത്താണ് പറയണവരുണ്ട്. പച്ച സിഹർ ചെയ്യുക, എന്നിട്ട് പറയാ കറാമത്ത് നടന്നതാണ്. പച്ച സിഹർ മാരണം ചെയ്യുക, എന്നിട്ട് പറയാ ഇത് മറ്റേ ആളുടെ കറാമത്ത. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് ദീനൊന്നുമില്ലേ? ഇവിടെ ജയിച്ചു പോയാൽ മതിയോ? ഇവിടെ ആരെയൊക്കെയോ തകർത്താൽ മതിയോ? ആരോടൊക്കെയോ ജയിച്ചടക്കിയാൽ മതിയോ? അള്ളാഹുവിന്റെ ശരീഅത്ത് ഇവിടെ വേണ്ടേ? ശരീഅത്തിന്റെ നിയമങ്ങൾ ഇവിടെ ഇല്ലേ? അഷ്റഫുൽ ഖൽഖിന് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, അല്ലാമ ഖുർത്തുബി തങ്ങൾ, മഹാന്മാരായ റാസിമാം അടക്കമുള്ള മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വ്യാഖ്യാനിക്കുമ്പോൾ കാണാൻ കഴിയും. അത് ദഈഫാന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കുറച്ചാളുകൾ അങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സിഹറത്തെ നടക്കാൻ പാടില്ല. എന്തായി പറയുന്നത്? നടക്കാൻ പാടില്ല. ഹദീസിലുള്ള വിഷയങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഹദീസിലുള്ള വിഷയങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ചില ആളുകളെങ്കിലും പറഞ്ഞു നടക്കൂല. നടക്കില്ല എന്ന് പറയരുത്. ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഹബീബിൽ മുഖില്ലായ തങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ ദുന്യാവിൽ അങ്ങനെ ഒരു സിഹറിന്റെ പ്രയാസം ഒരാൾക്കുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല 6 മാസത്തേക്ക് ഈ ഒരു പരീക്ഷണം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിഹറിൽ നിന്ന് മോചനം കിട്ടാനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറങ്ങിയത്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അല്ലാഹു സിഹറിന്റെ ഏർപ്പാടുകൾ അറിയാതെ ചെയ്തു പോയവർ, അറിഞ്ഞു ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ പരിസര പ്രദേശങ്ങളിൽ അത്തരം ഏർപ്പാടുകൾ ചെയ്യുന്ന ആളുകൾ ഒരുപാട്. അല്ലാഹുവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. അതിൽ തലപ്പാവ് ധരിച്ചവരും ധരിക്കാത്തവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അക്ബറുൽ കബായിറ. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടുകൾ.
പിശാചിന്റെ സഹായം കൊണ്ടാ ചെയ്യാ. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി കിട്ടാതെ ഒരാൾക്കും ഒന്നിനെയും ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷേ സിഹ്ർ കൊണ്ട് ഉപദ്രവം സംഭവിക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അത് നീക്കിക്കളയണമെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ആലിമീങ്ങളെ സമീപിക്കണം. ആലിമീങ്ങളെ സമീപിക്കണം, തഖ്വയുള്ള ആലിമീങ്ങളെ. എല്ലാരും പറ്റൂല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ സമീപിച്ച് ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം. അമ്പലത്തിൽ പോകാനല്ല പറയേണ്ടത്. ഇന്ന അമ്പലത്തിൽ പോയിട്ട് കൊടുക്ക് കാണിക്ക. പച്ച ഹറാമ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ഒരു ബുദ്ധിമുട്ട് വന്ന ഹറാമ് ചെയ്യിക്കാൻ പറഞ്ഞേക്കാം. ആ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്ക്, അവിടെ കാണിക്ക വെക്ക്, അവിടെ സർപ്പത്തിന് ഈ ഇങ്ങനെ പറയുന്ന ആളുകളെ സമീപിക്കരുത് കേട്ടോ. ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഇതിന് ചികിത്സയുണ്ട്. ആയത്തുൽ കുർസി ഓതിയിട്ടും സൂറത്തുൽ ബഖറ ഓതിയിട്ടും അതിന് ചികിത്സയുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി ചികിത്സയുണ്ട്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യസ്ഫീക് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പ്രയാസങ്ങൾ വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കുക, അല്ലാഹു വെറുതെ വിടില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധ ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത്. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദി. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന്. പെണ്ണുങ്ങളാണ് ഈ പണി ചെയ്യുന്നവർ, അമ്പലത്തിലേക്ക് പോകുന്നവർ, പൂജാരിയെ കാണാൻ വേണ്ടി പോകുന്നവർ. ഹറാമാണ് പെണ്ണുങ്ങളെ, ആണുങ്ങളെ ഹറാമാണ്. ചികിത്സ തേടി ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ മത ആചാരം ഉപയോഗിച്ച് ചികിത്സിച്ചാൽ അത് ഹറാമാണ്, കുറ്റകരമാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കേസുകളാണത്. അമുസ്ലിമായൊരു ഡോക്ടറുടെ മരുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം, പക്ഷേ അമുസ്ലിമായൊരു പൂജാരി ചെയ്യുന്ന ചികിത്സ നിങ്ങൾക്ക് പാടുള്ളതല്ല, ഹറാമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനെ പോയി കണ്ടാൽ, കൈനോട്ടക്കാരൻ, ഫോർച്യൂൺ ടെല്ലർ എന്ന് പറയും, ഭാവി പറയുന്ന ആൾ, അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടിക്കൊടുക്കുകയും എന്റെ ഭാവിയും ഭൂതവും എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും ആ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദീനാണോ ഇവിടെ കൊണ്ടുവന്നത് ആ ദീനിൽ അവൻ അവിശ്വസിച്ചു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളെ വിശ്വസിച്ചില്ല, വെറുതെ നക്ഷത്രവാരഫലം പത്രത്തിൽ വന്നു, നക്ഷത്രവാരഫലം നമ്മുടെ മെയിൻ സ്ട്രീം പത്രങ്ങളിലൊക്കെ കാണാമല്ലോ. ഇംഗ്ലീഷ് പത്രം ന്യൂയോർക്ക് ടൈംസിൽ വരെയുണ്ട് നക്ഷത്രവാരഫലം. എന്താ പറയല്? ഹോറോസ്കോപ്പ്. അസ്ട്രോളജി, അസ്ട്രോണമി കുഴപ്പമില്ല, നല്ലതാ, ആകാശ ലോകത്തെ കുറിച്ചുള്ള പഠനം. പക്ഷെ അസ്ട്രോളജി അത് ഹറാം. രാശി പറയൽ വെറുതെ വായിച്ചു, എന്റെ രാശി എങ്ങനെയുണ്ട് നോക്കട്ടെ, പൈസ കിട്ടൂലേ? അത് വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. 40 ദിവസത്തെ നിസ്കാരം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പ്രോഗ്രാമുകൾ കാണാൻ പാടുള്ളതല്ല, അത്തരം മാഗസിനുകൾ വായിക്കാവതല്ല, നക്ഷത്ര വാരഫലം എന്ന് നോക്കാൻ പോലും പാടുള്ള വിഷയമല്ല. വിശ്വസിക്കാതെ വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. വിശ്വസിച്ചുകൊണ്ട് വായിച്ചാൽ ഇസ്ലാമിൽ നിന്നവൻ കുഫ്ർ സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. പിന്നെ എങ്ങനെ അവിശ്വാസികളെ പോയി സന്ദർശിക്കുക? പിന്നെ എങ്ങനെ അമ്പലത്തിലെ ചികിത്സക്ക് പോവുക? പെണ്ണുങ്ങൾ ബസ് കയറി പോവാൻ നെല്ലിക്കുന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചു പോവുക. ഏത് പർദ്ദയാണ് പെണ്ണെ നീ ധരിച്ചത്? ഇസ്ലാമിന്റേതോ അല്ല കുഫറിന്റേതോ? ചെയ്യാൻ പാടുള്ളതല്ല. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിൽ ഓലും പഠിച്ചോനായിക്കോട്ടെ. ഇത് പറയൽ നമ്മുടെ ബാധ്യതയാണ്, പ്രവർത്തിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് ഈ വിഷയം വന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ വിവരണങ്ങളിൽ മുഫസ്സിറുമാർ ഒന്നിലേറെ റിവായത്തുകൾ എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീർ എടുത്ത് നോക്കണം, അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, ഇമാം തബരി തങ്ങൾ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ, നമ്മുടെ ഉമ്മഹാത്തു തഫാസീർ മുഴുവനും ചരിത്രം രേഖപ്പെടുത്തി. എന്താ സംഭവം എന്നറിയോ? 6 മാസത്തോളം അള്ളാഹുവിന്റെ റസൂലിന് എന്തോ ഒന്ന് സംഭവിച്ച പോലെ തോന്നുന്നു. എന്തോ ഒരു പ്രയാസം. എന്താണെന്നറിയുന്നില്ല. അവിടുത്തെ ഭാര്യമാരുടെ കൂടെ കിടന്നു എന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. കുളി നിർബന്ധമായെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനേറ്റ ഈ 6 മാസത്തോളം നീണ്ട പ്രയാസത്തിൽ അവിടുന്ന് ചോദിക്കുമായിരുന്നു, ആയിഷ എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്കെന്ത് പറ്റി ആയിഷ? പക്ഷെ മനസ്സിലാവണില്ല. എന്താ സംഗതി എന്നറിയോ? ഹബീബിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവരാണ് ഖുറൈശികൾ. ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി വളഞ്ഞവരാണവർ. അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ് റസൂലിനെ. കൊല്ലാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഹിജ്റ പോയത്. അല്ലാഹുവിന്റെ റസൂലിനെ സൗർ ഗുഹ വരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. നബിയെ പിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ബദറും ഉഹദും ഉണ്ടായി നബിയെ കൊല്ലാൻ. അല്ലാഹുവിന്റെ റസൂൽ ഖുതില മുഹമ്മദു, അഷ്റഫുൽ ഖൽഖ് കൊല്ലപ്പെട്ടു എന്ന് വരെ റൂമർ പരത്തിയിട്ടുണ്ട്. അവിടെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ സാധിക്കാതെ വന്നപ്പോ അന്നത്തെ ഖുറൈശികളും ജൂതന്മാരും ഒരുമിച്ച് ഈ റസൂലിനെ നശിപ്പിക്കാൻ സിഹറിന്റെ വഴി നോക്കിയാലോ, സിഹറിന്റെ വഴി, മാരണത്തിന്റെ വഴി, ബ്ലാക്ക് മാജിക്കിന്റെ വഴി നോക്കിയാലോ, സോസറി, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന സംഗതി. ലോകത്തെ ഇന്ന് വലിയ മജീഷ്യന്മാർ, എന്താണ് വലിയ മജീഷ്യൻ, യൂറോപ്പുകാരനായ ഒരു ചങ്ങാതിണ്ടല്ലോ, വലിയ മാജിക് ചെയ്യുന്ന ചൈനക്കാരനൊരു ചങ്ങാതിണ്ട്, ജപ്പാനുകാരനുണ്ട്, വലിയ മജീഷ്യൻ. ലണ്ടനിലെ ജെയിംസ് നദിയിലൊക്കെ നടന്നിട്ടുണ്ട് അയാൾ. പണ്ട് ഔലിയാക്കന്മാരൊക്കെ നടന്നു നമ്മൾ കേട്ടത് അല്ലെ, വെള്ളത്തിലൂടെ നടന്നിട്ടുണ്ട്. ജെയിംസ് നദിയിലൂടെ ഈ ചങ്ങാതി നടന്നിട്ടുണ്ട്. പച്ച സിഹറ ചെയ്യുന്നത് പിശാച്ചിന്റെ സഹായത്തോടുകൂടെ. ഡൈനാമോ കേട്ടിട്ടുണ്ടോ? ഡൈനാമോ പച്ച സിഹറ ചെയ്യുന്ന മാജിക് കണ്ട അത്ഭുതപ്പെട്ടു. നമ്മുടെ മുതുകാടിന്റെ മാജിക് ഒന്നുമല്ല, അതിന്റെ അപ്പുറത്താ. ഭയങ്കര സംഭവമാണ്. ലോകത്തെ എന്താ അൺബീറ്റബിൾ മജീഷ്യൻ എന്ന് പറയാം. ലോകത്ത് ആർക്കും കീഴടക്കാൻ പറ്റാത്ത മജീഷ്യൻ എന്ന ഡൈനാമോയെ സംബന്ധിച്ച് പറയാം. പച്ച സിഹറാണ് ചെയ്യുന്നത്. പിശാച്ചിന്റെ സഹായത്തോടുകൂടെ എന്തും ചെയ്യും, പറക്കും, നടക്കും. എന്ത് റൂമിന്റെ ചുമര് തുടർന്ന് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ചുമരിനൊരു കുഴപ്പമില്ല, ആൾ ഇപ്പുറത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞ ഇപ്പുറത്ത്. 4 ക്യാമറ 4 ഭാഗത്തും ചുമരിന്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ട്, ഇപ്പുറത്തെത്തി. എങ്ങനെ സംഭവിച്ചു? പച്ച സിഹർ. ലോകത്തെ വലിയ മജീഷ്യൻസ് ഒക്കെ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നവരാണ്. വലിയ മജീഷ്യന്മാർ പച്ച സിഹർ ഉപയോഗിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സിഹർ കൊണ്ട് അപായപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ചു അവരെ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്യുന്ന കാനലഹു ഗുലാമുൻ യഹൂദിയുൻ, ഒരു ജൂതനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്തിരുന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ജൂതനായ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യേ. മംബഉൻ നുബുവത്തിൽ മഹ്ബിത്തുർ റിസാലയിൽ അല്ലാഹുവിന്റെ വഹി വരുന്ന വീട്ടിൽ നബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ ജൂതനായ മനുഷ്യനുണ്ട്, ചെറുപ്പക്കാരൻ. ഒന്നിലേറെ ആളുകൾ നബി തങ്ങൾക്ക് ജൂതന്മാർ, അവിശ്വാസികൾ ഖിദ്മത്തിൽ നിന്നിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അവരോടൊക്കെ സംയമനത്തിൽ ജീവിക്കാൻ റസൂലിന് കഴിഞ്ഞു എന്നാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം. അവരൊക്കെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലബീദ് ഇബ്നു അസം എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ ഹബീബിനെ മാരണം ചെയ്ത് വീഴ്ത്താൻ നോക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് കടന്നുറങ്ങുമ്പോ സ്വപ്നദർശനമുണ്ടാകുന്നു. അംബിയായിലുണ്ടാകുന്ന പ്രവാചകന്മാർക്ക് സംഭവിക്കുന്ന സ്വപ്നദർശനങ്ങൾ വഹ്യാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഹൃദയം ഉറങ്ങുകയില്ല. പ്രവാചകന്മാർ മുഴുക്കയും അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്ന സ്വപ്നം വഹ്യാണ്, ദിവ്യബോധനമാണ്. നബി തങ്ങൾ പറയുന്നു, എന്റെ തലയുടെ അരികത്തൊരു മലക്ക് വന്നിരുന്നു, എന്റെ കാലിന്റെ അരികത്തൊരു മലക്ക്. ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാണ്. തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചില ചോദ്യം ചോദിക്കുന്നു കാലിന്റെ അരികത്തിരിക്കുന്ന മലക്കിനോട്. ആദ്യത്തെ ചോദ്യം, മാ ബാലു ഹാദർ റജുൽ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്?
അപ്പൊ മറുപടി മറ്റേ കാലിന്റെ അടുത്തിരിക്കുന്ന മലക്ക മറുപടി മത്ബൂബ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹർ സംഭവിച്ചിട്ടുണ്ട്, മാരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ദുബൈയില് റാഷിദിയയിൽ ഒരു സുഡാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരാടുംകുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ എഴുതിയ 2-4 വരം കിട്ട വരച്ച ആടുംകുട്ടി അവിടെ ഇരിക്കും, നടക്കാൻ കഴിയാതെ. അമ്മ അതിൽ സിഹറിന്റെ ഒരു വിഷമുണ്ട്. അല്ല സുഡാനി ആയതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ പരിപാടി. 4 വര ഇവിടെ വരച്ച